നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നാം ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതായത് നമ്മുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും ധാരാളം ചെടികൾ വളരുന്നുണ്ട്. അതിൽ പലവയും നാം നട്ടുവളർത്തുന്നവ തന്നെയാണ്. എന്നാൽ നാം അറിയാതെ ചില ചെടികൾ നമുക്ക് ചുറ്റും വളരാറുണ്ട്. എന്നാൽ അത് നമ്മുടെ വീടിനോട് ചേർന്നാവുമ്പോൾ അത്ര ശുഭകരമായ കാര്യമല്ല. ഒരുപക്ഷെ നമ്മുടെ തകർച്ചയ്ക്കായി മറ്റാരെങ്കിലും നമ്മുടെ വീടിനടുത്തുകൊണ്ട് അതിൻ്റെ വിത്തിടുകയോ അല്ലെങ്കിൽ ആ ചെടി നടുകയോ ചെയ്യുന്നതാവാം. നമ്മുടെ ശ്രദ്ധയിൽ അത് പെടണമെന്നില്ല. എന്നാൽ അത് വളർന്നു വലുതായി അത് പൂവിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സസ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഊർജ്ജമുണ്ട്. അത്തരം ഊർജ്ജമാണ് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് കൃത്യമായി അറിയാം. നാം എല്ലാവരും തന്നെ പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നവരാണ്. വീടിന് ഭംഗി കൂട്ടാനും മനസ്സിന് സന്തോഷം നൽകാനുമൊക്കെ പ്രത്യേകിച്ചും നല്ല പൂക്കൾ തരുന്ന മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ബാഹ്യമായ ഭംഗി കണ്ട് മാത്രം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചില ചെടികൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല. ഒരുപക്ഷെ നമ്മുടെ അറിവോടുകൂടി വളരുന്ന ചെടിയായിരിക്കില്ല, മറ്റാരെങ്കിലും നമ്മുടെ തകർച്ചയ്ക്കായി ചെയ്തതാവാം. എന്നിരുന്നാലും നാം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനും ഓട്ടത്തിനും നടുവിൽ നമ്മൾ അത്തരം കാര്യങ്ങളെ മറന്നുപോകുന്നു. ഒരു കണ്ണിൻ്റെ കുളിർമയ്ക്ക് വേണ്ടി നാം അതെല്ലാം ഒന്ന് നോക്കിക്കാണുന്നു എന്ന് മാത്രം. എന്നാൽ പല ആളുകളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പല അപകടങ്ങളും യാദൃശികമല്ല. അതെല്ലാം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മൂലം സംഭവിക്കുന്നതിനാണ്. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ലക്ഷണശാസ്ത്രവും വാസ്തുശാസ്ത്രവും നിമിത്തശാസ്ത്രവും വളരെ വ്യക്തമായി പറയുന്നത് ചില പ്രത്യേക ചെടികൾ നമ്മുടെ വീടുകളിൽ വളരുന്നത്, പ്രത്യേകിച്ചും ആ ചെടികൾ നമ്മുടെ വീട്ടിൽ വളർന്ന് അവ പൂവിടുന്നത് അതീവ ദോഷകരമാണ്. വാസ്തുശാസ്ത്രമനുസരിച്ച് ഓരോ സസ്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ട്. ചില ചെടികൾ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ദോഷമാണെങ്കിൽ മറ്റു ചില ചെടികൾ പൂവിട്ട് നിൽക്കുമ്പോഴാണ് ആ ദോഷം പൂർണ്ണമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കാലൻ കയറുന്ന സമയത്ത്, അതായത് നമുക്ക് കഷ്ടകാലം നിറയുന്ന സമയത്താണ് ഈ ചെടികൾ വീട്ടിൽ പൂവിടുന്നത് എന്നുള്ളതാണ് നിമിത്തശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ജീവിതത്തിൽ തടസ്സങ്ങളും ദുരിതങ്ങളും വരാൻ പോകുന്ന എന്നതിൻ്റെ പ്രകൃതി നൽകുന്ന ഒരു നിമിത്തം, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി നൽകുന്ന സൂചന തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കുവാനുള്ള മനസ്സുണ്ടാവുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിലെത്തിയത് ആ ചൈതന്യം നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രപഞ്ചം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുന്നത്. ഈ ഒരു അധ്യായം നിങ്ങൾക്ക് മുന്നിലെത്തിയെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഏതോ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ദോഷകരമായി ഒരു സത്യം നിങ്ങളുടെ അറിവില്ലാതെ ഒരുപക്ഷെ മറ്റൊരാളുടെ കൈകളിലൂടെ വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു അധ്യായം കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ട് തള്ളിക്കളയാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തറക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലൂടെ അസൂയുള്ള ആരോ ഒരുപക്ഷെ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടാവാം. അവരുടെ മുന്നിൽ നിങ്ങൾ അടിയറവ് പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി തീരുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുന്നതിനായി പോസിറ്റീവ് ഊർജ്ജം കൊണ്ടുവരേണ്ടത്, അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി കൊണ്ട് ദൈവം ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരും. എന്നാൽ പല ആളുകളും അത് അവഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് അവർക്ക് കുറ്റബോധം തോന്നുന്നു. ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും തകർന്നു കഴിയുമ്പോഴാണ് ചില ആളുകൾക്ക് ഇത്തരം തെറ്റുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത്തരം ഒരു ആളുകളായി മാറരുത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നിങ്ങൾ മറികടക്കണം. ഭഗവാന്റെ ഇത്തരം സൂചനകളെ വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിലുള്ള നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഈ പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കൊണ്ടും മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ടും പല ദോഷങ്ങളാലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ധാരാളമുണ്ടാവും.
ഒരുപക്ഷെ നിങ്ങളുടെ ഈശ്വര ചൈതന്യം കൊണ്ട് ഇതുപോലെ കാണുന്ന എല്ലാ അധ്യായവും അവരുടെ മുന്നിലേക്ക് എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അധ്യായം അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. എല്ലാവർക്കും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജവും, കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് ഇത് സഹായിക്കും. ഷെയർ ചെയ്യുന്നതോടൊപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും നാം കൃത്യമായി മറുപടി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നിമിത്തശാസ്ത്രം പറയുന്ന ഭഗവാൻ തന്ന സൂചനകളിലൂടെ കണ്ട ആ ചെടികൾ ഏതൊക്കെയാണെന്നും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പറയുന്ന ചെടികൾ അറിഞ്ഞോ അറിയാതെയോ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിനോട് ചേർന്നിത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. വെറുതെ നമ്മളായിട്ട് ദോഷം വിളിച്ച് വരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത്. ഇതിൽ ആദ്യം തന്നെ വരുന്നത് തൊട്ടാവാടിയാണ്. ഒന്നാമതെന്ന് പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും ഈ ചെടി കാണുന്നുണ്ടെങ്കിൽ, അതായത് തൊട്ടാവാടി നിൽപ്പുണ്ടോ എന്ന് നോക്കുക. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് പറയുന്നതെങ്കിലും പൊതുവേ നമ്മളിതിനെ തൊട്ടാവാടി എന്നാണ് വിളിക്കുന്നത്. ഈ തൊട്ടാവാടി വീടിൻ്റെ മുൻവശത്ത് പൂത്തു നിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഞാൻ പറയുന്നത് വീടിൻ്റെ ഇരുവശങ്ങളിലോ പുറകുവശത്തോ ഒന്നുമല്ല, മറിച്ച് വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ്. മുറ്റത്ത് എവിടെയെങ്കിലും തൊട്ടാവാടി പൂത്തു നിൽപ്പുണ്ടോ എന്ന് അത് അതീവ ദോഷകരമാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനായി ഇറങ്ങുമ്പോൾ ഈ തൊട്ടാവാടി കണ്ടുകൊണ്ട് ഒരു വഴിക്കിറങ്ങി പോകുന്നത് അതീവ ദോഷകരമാണ്. വീടിൻ്റെ തിരുമുമ്പിൽ അത്തരത്തിൽ തൊട്ടാവാടി നിൽക്കുന്നത് ജീവിതത്തിലെ സകല പുരോഗതികളെയും തടസ്സപ്പെടുത്തും. അതുകൊണ്ട് യാതൊരു കാരണവശാലും വീടിൻ്റെ മുന്നിൽ അതിൻ്റെ കൗതുകവും പൂവിൻ്റെ ഭംഗിയും നോക്കി ഈ തൊട്ടാവാടി വളർത്തരുത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വീടിനും വലിയ രീതിയിൽ ദോഷം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇതാണ് ഒന്നാമത്തേതെന്ന് പറയുന്ന ചെടി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വീടിൻ്റെ മുൻപിൽ തൊട്ടാവാടി ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. അത് പൂത്തു നിൽക്കുന്നത് കഷ്ടകാല നേരത്താണെന്ന് മനസ്സിലാക്കുക. എന്നാൽ വീടിൻ്റെ വശങ്ങളിൽ അല്ലെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തൊടേണ്ട കാര്യമില്ല, അത് കുഴപ്പമില്ല. പക്ഷേ മുൻപിലുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് കറിവേപ്പാണ്. നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായി വളർത്താൻ ആഗ്രഹിക്കുന്നതും നമ്മളൊക്കെ സാധാരണയായി വളർത്തുന്നതുമായ ഒരു ചെടിയാണ് കറിവേപ്പ്. കറിവേപ്പ് നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അടുക്കളത്തോട്ടത്തിലും മറ്റും വീട്ടിൽ നിന്നൊരൽപ്പം അകലം പാലിച്ചത് വളർത്തിക്കോളൂ, വളർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ കറിവേപ്പ് വീട്ടിൽ വളർത്തുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പൂവിടാതിരിക്കാൻ വേണ്ടി കഴിവതും അതിൻ്റെ മണ്ട ഒടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ അധികം കറിവേപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ മണ്ട ഒടിച്ചു കൊടുത്തു വേണം അതിനെ വളർത്താൻ. അങ്ങനെ വളർത്തേണ്ട ഒരു ചെടിയാണ് കറിവേപ്പെന്ന് പറയുന്നു. കറിവേപ്പ് വീട്ടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് വലിയ ദൗർഭാഗ്യത്തെ വിളിച്ചു വരുത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്താണ് ഈ ദൗർഭാഗ്യമെന്ന് പറയുന്നത്? നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പരാജയം വരിക എന്നതും, മനപ്രയാസവും ദുഃഖവും നിറഞ്ഞ വാർത്തകൾ വീട്ടിലേക്ക് വരിക, നമ്മൾ നേടിയെന്ന് കരുതിയ പല കാര്യങ്ങളും കയ്യിൽ നിന്ന് പെട്ടെന്ന് നഷ്ടമാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ദോഷഫലങ്ങളാണ്. അല്പം നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെ മണ്ട നുള്ളി കളയുക. എപ്പോഴും കറിവേപ്പിൻ്റെ മണ്ട ഒടിച്ചു നിർത്തുക. ഒരിക്കലും കറിവേപ്പ് പൂത്തുലഞ്ഞ് വീട്ടിൽ നിൽക്കരുത്, അത് വലിയ ദോഷമാണ്. ഇനി അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ അതിരുകെട്ടി തിരിച്ച് പറമ്പിൽ എവിടെയെങ്കിലും വളർത്തിക്കോളൂ. അതിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിൻ്റെ അരികത്ത് അത് വളരരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇത്തി എന്ന് പറയുന്ന സസ്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനോട് ചേർന്ന് ഈ ഇത്തി വളരുന്നുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് പിഴുതു കളയണം. യാതൊരു കാരണവശാലും വീടിനോട് ചേർന്ന് വളരാനോ വീട്ടിൽ പൂവിട്ട് നിൽക്കുവാനോ പാടില്ലാത്ത ഒരു വൃക്ഷമാകുന്ന ചെടിയാണ് ഈ ഇത്തി എന്ന് പറയുന്നത്. ഇത് വളർന്നു കഴിഞ്ഞാൽ വലിയ വൃക്ഷമായി മാറും. ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് ഇത് വളർത്തരുത്. ഇത് വീട്ടിൽ നിന്നാൽ ആ വീടിന് പിന്നീട് ഒരിക്കലും ഗതി പിടിക്കില്ല എന്നതും, എന്നും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും ആ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ അതീവ ദോഷമായിട്ട് കണക്കാക്കുന്ന ഒരു ചെടിയാണ് വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ഇത്തി എന്ന് പറയുന്നത്. എന്നാൽ പറമ്പിൽ നിന്നോട്ടെ, നിങ്ങൾ വീടിൻ്റെ അതിര് കഴിഞ്ഞ് പറമ്പ് വേറെയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ ഇത് വളരുന്നത് കൊണ്ട് പ്രശ്നമില്ല. വീട് അതിരുകെട്ടി തിരിച്ചിരിക്കുന്ന വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ ഇത് നിർത്താതിരിക്കുക. പ്രത്യേകിച്ചും ചെറിയ പ്ലോട്ടുകളിൽ വീട് വെച്ച് താമസിക്കുന്നവർ യാതൊരു കാരണവശാലും ഇത്തി വളർത്താതിരിക്കുക. ഇത്തി പൂത്തുലയുന്ന വീടുകളിൽ ദുഃഖവാർത്തകൾ തേടി വരും എന്നുമാണ് വിശ്വാസം. ഒരുപക്ഷെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം നിങ്ങളുടെ പരിസരങ്ങളിൽ കൊണ്ടുവന്ന് വളർത്തിയേക്കാം. അല്ലെങ്കിൽ അവിടെ നിങ്ങളറിയാതെ അതിൻ്റെ വിത്തുകൾ പാകിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക. നാം
നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ ജീവിതം തകർന്നു പോകുന്നത്. നാലാമതെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. മുരിക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ ഓർക്കുക, മുരിക്ക് പൂവിടുന്നത് കാലം കയറുന്ന കാലത്താണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. കാലൻ്റെ ദൃഷ്ടി പതിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ മുരിക്ക് പൂവിടുന്നത്. പൊതുവെ ആരും വീട്ടിൽ അങ്ങനെ മുരുക്ക് വളർത്താത്ത ഒരു വൃക്ഷം തന്നെയാണ് ഇത്. ഏതൊക്കെ വീടിനോട് ചേർന്ന് നിന്നിട്ടുണ്ടോ ആ വീടുകളിലൊക്കെ വലിയ രീതിയിൽ ക്ഷയിച്ചുപോയ ചരിത്രം മാത്രമേ നമുക്ക് പറയാൻ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പറമ്പിൽ നിങ്ങളിത് വളർത്തിക്കൊള്ളൂ. വീടിൻ്റെ അതിരിന് പുറത്താണ് പറമ്പിൽ ദൂരെ മാറി ഇത് വളരുന്നത് കൊണ്ടോ പൂവിടുന്നതുകൊണ്ടോ യാതൊരുവിധ ദോഷവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും വീട്ടുപുരയിൽ മുരുക്ക് പൂവിടാൻ നിങ്ങൾ ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യമപുഷ്പം എന്നറിയപ്പെടുന്ന ചെടിയാണ് ചെറുള്ള എന്ന് പറയുന്നത്. നമ്മുടെ പിതൃപൂജകൾക്കും യമപൂജകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കർക്കിടക വാവുബലിയൊക്കെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ചെറുള്ള എന്ന് പറയുന്നത്. ഇത് കർക്കിടക മാസത്തിൽ ഒഴികെ വേറെ ഒരു സമയത്തും വീടിനോട് ചേർന്ന് വീട്ടിൽ വളർത്തുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. കർക്കിടക മാസത്തിൽ ഇത് മുറ്റത്ത് തനിയെ പൊട്ടിമുളച്ചു വരും. ഇത് വീട്ടിൽ വരുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ കർക്കിടകം ഒഴികെയുള്ള യാതൊരു സമയത്തും ഈ ചെറുള്ള എന്ന് പറയുന്ന സസ്യം വീട്ടിലോ വീട്ടു പരിസരത്തോ വളരരുത്. അത് യമപുഷ്പമാണ്. അത് പ്രത്യേകിച്ചും വീടിൻ്റെ തെക്കുഭാഗത്ത് ചെറുള്ള ഉണ്ടാകുന്നത് വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. യമപുഷ്പമായ ചെറുള്ള ഈ പറഞ്ഞ സമയങ്ങളിൽ വളരുന്നുണ്ടോ അതൊക്കെ അപ്പോൾ തന്നെ പറിച്ചു കളയേണ്ടതാണ്. അത് അവിടെ നിർത്തുന്നത് നമ്മുടെ വീടിനും വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും വലിയ ദോഷം വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അത് ഏറ്റവും ദോഷകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കാതിരിക്കരുത്. ഇനി ആറാമതായി വരുന്നത് നാരകമാണ്. നമ്മുടെ നാരങ്ങ മരം. പൊതുവെ നാരകം വീട്ടിൽ വളർത്തരുതെന്ന് പറയാറുണ്ട്. നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ പഴമക്കാരും മുത്തശ്ശന്മാരുമൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ പഴഞ്ചൊല്ലിൽ വലിയൊരു സത്യമുണ്ട്. സംഭവം ഉള്ളതാണ്. ഈ നാരകം വീട്ടിൽ വളർത്തുമ്പോൾ ആ നാരകം പൂവിട്ട് നിൽക്കുന്നിടത്ത് ദുഃഖവാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. എന്നും നരകതുല്യമാകും. നാരകം നട്ടിടം എന്നാണ് പറയുന്നത്. നാരകം പൂക്കുന്നിടം നരകതുല്യമായി മാറും. എന്താണ് നരകതുല്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നുണ്ടാകും, പക്ഷേ ആ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാത്ത അവസ്ഥ വരും. എന്നും കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും മാത്രം മിച്ചം വരുന്ന ഒരവസ്ഥ. ആ രീതിയിലേക്ക് ആയിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നാരകം പൂവിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷമാണെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ തകർച്ചയ്ക്കായി ആരെങ്കിലും സ്നേഹത്തോടെ കൊണ്ടുവന്ന് തന്നതാവാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ട് വീടിനോട് ചേർന്നിത് വളർത്തും. ഇത്തരത്തിൽ ധാരാളം അപകടങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർത്തുന്നുണ്ട്. വീണ്ടും നാം പറയുന്നു, വീടിനോട് ചേർന്ന് കഴിവതും നാരകം വളർത്താതിരിക്കുക. അതിൽ പരം ദോഷം വേറെ വരാനില്ല. ഒരുപാട് പേര് ഇത് അനുഭവിച്ചറിഞ്ഞ് പിന്നീട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വീട്ടുപറമ്പിൽ വളർത്തിയവർ പോലുമുണ്ട്. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള പരാജയങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത ചുറ്റുപാടുകളും സാമ്പത്തിക തകർച്ചയും ദുരനുഭവങ്ങളും ഉണ്ടായപ്പോൾ അവരെല്ലാം ഇതെടുത്ത് വെട്ടിക്കളഞ്ഞ ചരിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറമ്പുള്ളവർ വീടിനോട് ചേർക്കാതെ എത്ര വേണമെങ്കിലും വളർത്തിക്കൊള്ളൂ, ഒരു ദോഷവുമില്ല. ഇനി അടുത്തതായി വരുന്നത് കള്ളിമുൾ ചെടിയും കടലാസ് ചെടിയുമാണ്. ഇതിനെ ബോഗൺവില്ല എന്നും വിളിക്കാറുണ്ട്. പലതരത്തിലുള്ള പേരുകളാണ് പല ചെടികൾക്കും ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവുക. ഈ ചെടികളെയും വീടിനോട് ചേർത്ത് വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ അവിടുന്ന് മാറ്റുക. നിങ്ങളുടെ വീടിൻ്റെ അതിരിന് പുറത്ത്, തുമ്പിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ നട്ടു വളർത്തുക. വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും ഇത് നട്ടു വളർത്തരുത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നത് നാം കാണാം. വളരെ ഭംഗിയുള്ള ചെടികളായിരിക്കാം, പക്ഷേ അതിൽ മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ നിങ്ങളെ കുത്തിനോവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ മുള്ളുകൾ കൊള്ളുന്ന അതേ വേദനകളായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ചൈതന്യം കൊണ്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് ഭഗവാൻ ഇത്തരം സൂചനകൾ നൽകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്നൊന്നും തളർത്തുവാൻ സാധിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ വേണ്ട രീതിയിൽ പരിശോധിച്ച് അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകണം. ഇനി അടുത്തതായി വരുന്നത് പപ്പായ മരവും മുസാന്തയുമാണ്. ഇതും വീടിനോട് ചേർന്ന് വളർത്താതിരിക്കുക. ഇത്തരത്തിലെല്ലാം ധാരാളം തെറ്റുകൾ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ദുരന്തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് അതിൽ നിന്ന് മോചിതരാവാനാണ് ഭഗവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിയെങ്കിൽ തീർച്ചയായും ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളറിയാതെ, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വളരുന്നുണ്ടാവാം. അത് ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സൂചനയാണ്, വലിയ അപകടങ്ങൾക്ക് മുൻപുള്ള സൂചന. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവിടെ നിന്ന് മാറ്റുക. ജീവിതത്തിൽ സുരക്ഷിതരായിരിക്കുക. ഭഗവാന്റെ ചൈതന്യത്തിലും ഐശ്വര്യത്തിലും മുന്നോട്ട് പോവുക. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുക. അതിനെല്ലാം ശക്തിയും ചൈതന്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുരാതന ശാസ്ത്രങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈയൊരു ബന്ധത്തെ വളരെ ആഴത്തിൽ പഠിച്ച ശേഷമാണ് നമ്മുടെ പൂർവികർ ഇത്തരം വാസ്തു നിയമങ്ങളും നിമിത്തങ്ങളും നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ളത്. ബാഹ്യമായ ഭംഗിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും പ്രാധാന്യം നൽകാൻ നമ്മൾ തയ്യാറാവണം. വീടിൻ്റെ പരിസരം എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്ന ചെടികൾ കൊണ്ടുവേണം അലങ്കരിക്കാൻ. നെഗറ്റീവ് ഊർജ്ജം തരുന്നതോ അല്ലായെങ്കിൽ കഷ്ടകാലത്തിന് നിമിത്തമാകുന്നതോ ആയ ഇത്തരം ചെടികൾ വീട്ടുപടിക്കൽ നിർത്തുന്നത് നമ്മൾ സ്വയം ദോഷം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇനി നാം പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നൽകട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.